തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നാടകീയ നീക്കങ്ങൾ. സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ എംഎൽഎമാരുടെ പിന്തുണ രേഖാമൂലം നൽകാൻ രണ്ടാം ദിവസവും വിജയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഗവർണർ. സിപിഎം ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികളുടെ പിന്തുണ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടി.വി.കെ. അതേസമയം ഗവർണറുടെ നീക്കത്തിൽ വിജയ്ക്ക് പിന്തുണയുമായി നിരവധി രാഷ്ട്രീയ കക്ഷികൾ രംഗത്തെത്തി. ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്ന് സത്യപ്രതിജ്ഞ നടത്താനായിരുന്നു ടി.വി.കെയുടെ തീരുമാനം. എന്നാൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ സത്യപ്രതിജ്ഞ അനിശ്ചിതത്വത്തിലായി. ഭൂരിപക്ഷം തെളിയിക്കുന്നതിനാവശ്യമായ 118 പേരുടെ ഒപ്പുള്ള കത്തുമായി വരാനായിരുന്നു ഗവർണറുടെ നിർദ്ദേശം. ഇന്ന് വിജയ്ക്ക് മുന്നിൽ ഗവർണർ നിലപാട് ആവർത്തിച്ചു. കോൺഗ്രസ് പിന്തുണയോടെ ടി.വി.കെക്ക് 113 എംഎൽഎമാരുണ്ട്. സിപിഐഎം, സിപിഐ, വി.സി.കെ എന്നീ കക്ഷികളുടെ പിന്തുണ കൂടി ലഭിക്കുമെന്നാണ് ടി.വി.കെയുടെ പ്രതീക്ഷ. നാളെ നടക്കുന്ന യോഗത്തിനു ശേഷം ഇവർ നിലപാട് വ്യക്തമാക്കും. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ടി.വി.കെയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കണമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ആവശ്യപ്പെട്ടു. ഒറ്റയ്ക്ക് ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി ടി.വി.കെയുടെ നേതാവ് ശ്രീ വിജയെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതിൽ ഇനിയും കാലതാമസം വരുത്തുന്നതിന് യാതൊരു ന്യായീകരണവുമില്ല. വിജയ് സർക്കാർ രൂപീകരിക്കട്ടെ എന്നാണ് എം.കെ. സ്റ്റാലിന്റെ നിലപാട്. പുതിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തില്ലെന്നും സ്റ്റാലിൻ വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം വീണ്ടും നിഷേധിച്ച ഗവർണർക്കെതിരെ ടി.വി.കെ. കോടതിയെ സമീപിച്ചേക്കും. റിപ്പോർട്ടർ, ചെന്നൈ.